ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബ്രെഡ് ബോക്സ് ആണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീഫിൻ്റെ മസാലയാണ് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ വെജിറ്റബിളോ അങ്ങനെ ഏത് മസാല വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ബീഫിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 1/4 കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്കും ഈ മസാല കവർ ചെയ്യുന്നതിനുള്ള ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ട് തന്നെ ദോശമാവിൻ്റെ അത്ര കട്ടിയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇത് ചൂടായ പാനിലേക്ക് ഓരോ തവി കോരി ഒഴിച്ച് നമ്മൾ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഇതേ രീതിയിൽ നമുക്ക് ചുട്ടെടുത്ത് മാറ്റി വെക്കാം. ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനുള്ള മസാല റെഡിയാക്കുന്നതിനായിട്ട് ചൂടായ ഓയിലിലേക്ക് 2 സവാള ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ബീഫിലും സവാളയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരപ്പം ഞാനിതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് ഇതുപോലെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മസാല ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ബ്രെഡിൻ്റെ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് മസാല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടിച്ചെടുക്കാനുള്ള ഒരു ഗം ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ബാക്കി 3 സൈഡും ഇതേ രീതിയിലൊന്ന് മടക്കിയതിന് ശേഷം ഈ ഗം തേച്ച സൈഡ് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി കട്ട് ചെയ്യാത്ത ബ്രെഡ് വെച്ചിട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരെണ്ണം വലുത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യാത്ത ബ്രെഡാണ് വെച്ചിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് വീണ്ടും മസാല വെച്ച് കൊടുക്കുക. വീണ്ടും അതിന് മുകളിൽ ഞാൻ ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 സ്ലൈസ് ബ്രെഡാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചപ്പോൾ ഇത് സൈഡ് ഇങ്ങനെ അറ്റത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരെണ്ണത്തിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ഗം തേച്ച് കൊടുത്ത ശേഷം 4 സൈഡും ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത്ര ഹെവി ആക്കണ്ടെന്നുള്ളവർക്ക് 2 സ്ലൈസ് ബ്രെഡ് മാത്രം വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ബോക്സ് 2 രീതിയിലും റെഡിയായി വന്നിട്ടുണ്ട്. ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിട്ടോ. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഈ ബ്രെഡ് ബോക്സ് എടുത്ത് ഈ മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ഈ ഓയിലിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങൾ എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുട്ട മുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതേ രീതിയിൽ വെറുതെ ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ മുട്ട മുക്കാതെ മൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്